ഹലോ വെൽക്കം ബാക്ക് ടു എം മലബാർ. ഇന്ന് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് സാധാ കേക്കല്ല, ഇതൊരു മെക്സിക്കൻ കേക്കാണ്. ട്രസ് ലെച്ചസ് കേക്ക് എന്നാണ് ഇതിന് പറയുക. പക്ഷെ പേര് കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട, നല്ല ഉഷാറ് ടേസ്റ്റാണ്. നമുക്ക് കേക്ക് കഴിക്കുന്ന ഒരു ഫീല് തോന്നില്ല, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു സ്പെഷ്യൽ കേക്കാണിത്. ഈ കേക്ക് 3 മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. പക്ക ആ ഒരു രീതിയല്ല ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ട്രസ് ലെച്ചസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. എല്ലാ കേക്ക് വീഡിയോയും പോലെ തന്നെ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കോക്കോ പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാ കേക്ക് വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ ബേക്കിംഗ് പൗഡറും മൈദയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം, എന്നാലാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ക്രീം വിപ്പ് ചെയ്ത് വെക്കലാണ്. ഇത് നമ്മൾ അവസാനം ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ക്രീം ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കാവുന്ന നേരം വരെ വെക്കാറുണ്ട്. അപ്പോൾ ആ ക്രീം നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് അങ്ങ് നിൽക്കും ഇങ്ങനെ ചെയ്താൽ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ട്രോപ്പോലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ ഓൾറെഡി മധുരം ഉണ്ടായതുകൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് 3 മുട്ട എടുക്കണം. അതിൽ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും ഞാൻ 2 ബൗളിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ക്രീം പരുവത്തിലാകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം, ഈ ബ്ലേഡിലോ ബൗളിലോ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല, അപ്പോൾ നമുക്കത് സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫോമായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പോളം എടുക്കുക. പിന്നെ നമ്മൾ നാരങ്ങൻ്റെ നീര് ചേർക്കുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടൻ്റെ സ്മെല്ല് വരാതിരിക്കാനും പിന്നെ നമുക്ക് പെട്ടെന്ന് ക്രീം പരുവത്തിൽ ഈ എഗ് വൈറ്റ് അങ്ങ് വിപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടൻ്റെ മഞ്ഞ ബീറ്റ് ചെയ്തെടുക്കണം. അത് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ടൻ്റെ സ്മെല്ല് കേക്കിൽ വരില്ല, ഇങ്ങനെ നമ്മൾ എഗ് യോക്കിൽ വാനില എസൻസ് ചേർത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടൻ്റെ വെള്ളം എടുക്കാം. എന്നിട്ട് കുറച്ച് ഭാഗം ആ എഗ് യോക്കിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഗ് വൈറ്റിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ബട്ടർ അല്ലെങ്കിൽ മിൽക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കേണ്ടത്. പക്ഷേ അതും ചേർക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഈ കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, 3 ടൈപ്പ് മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് സാധാ കേക്ക് ഉണ്ടാക്കുന്ന രൂപത്തിലാണെന്ന് മാത്രം. എഗ് വൈറ്റും എഗ് യോക്കും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഹാർഡായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടൻ്റെ മിക്സ് അങ്ങ് താഴ്ന്നു പോവും. ഇനി നമുക്ക് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു 15 സെക്കൻഡ് ലോ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല, അപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല.
അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ടൈമിലൊക്കെ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. 10 മിനിറ്റ് മുൻപ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. പ്രീഹീറ്റ് ചെയ്യാത്ത പാനിലേക്ക് ഒരിക്കലും നമ്മൾ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ബേക്കായിട്ട് വരില്ല. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ അങ്ങ് റിലീസായി പോവും. ഈ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രീഹീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ തട്ട് കൂടി വെച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ടാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാറ്. അപ്പോൾ നമുക്കിതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക. എനിക്ക് 30 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. ചിലപ്പോൾ നിങ്ങൾക്കൊരു 45 മിനിറ്റ് വരെ ആകും, അതിൽ കൂടുതലാവില്ല. 30 മുതൽ 45 മിനിറ്റ് വരെയാണ് കേക്ക് ബേക്ക് ചെയ്യാനെടുക്കുന്ന ടൈം. അപ്പോൾ ഇനി നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റ് കൂടി വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്ത പാല് 1/4 കപ്പ് നിറയെയില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പ് നിറയെ എടുക്കുക. പിന്നെ 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം. ഈ 200 ഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ കേക്കിൻ്റെ ഹൈലൈറ്റ്. ഈ 3 മിൽക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മുടെ കേക്ക് സ്പെഷ്യലായിട്ട് മാറുന്നത്. ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്പഞ്ച് ശരിക്കും ആ ട്രസ്ലെച്ചസിൻ്റെ ആ ഒരു രീതിയിലല്ല. ഇനി ഞാനിതിലേക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേക്ക് ആ ഒരു ഒതൻറ്റിക് വേയിലല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പ് കൊണ്ട് വേണം അത് വെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് സ്പെഷ്യലായിട്ട് മാറും. അപ്പോൾ ഇതാ 30 മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഇനി കേക്ക് കംപ്ലീറ്റ് ചൂട് മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കേക്ക് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഡീമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ കേക്ക് ടിന്നിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ആ കേക്ക് ടിന്നിലേക്ക് തന്നെ ഈ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കമഴ്ത്തിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് കേക്കിൻ്റെ അടിവശം മുകളിലായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബട്ടർ പേപ്പർ വെക്കണം എന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലേക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുത്തത്. പക്ഷേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കണം എന്നില്ല. പിന്നെ കേക്ക് നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊട്ടിപ്പോരും. ഇങ്ങനെ ഓരോ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയാൽ ആ കേക്ക് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിൽക്കിൻ്റെ ഷുഗർ സിറപ്പ് എടുക്കുക. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് കേക്കിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കേക്ക് പെട്ടെന്ന് ഡ്രിങ്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ മിനിമം ഇത് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് ഒക്കെ ഈ കേക്ക് ഡ്രിങ്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാ കേക്ക് പോലെ ഇത് ലെയറായിട്ട് ചെയ്യൊന്നുമില്ല. ഇതിൻ്റെ ടോപ്പിലായിട്ടങ്ങ് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കലാണ്. ഈ കേക്ക് ഇപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്യാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കാരണം നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത ആ ഷുഗർ സിറപ്പ് അങ്ങ് പൊങ്ങി വരും. അത്രയും ജ്യൂസി ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്.
അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ഇടയ്ക്കൊക്കെ നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ആ ഒരു ടോപ്പ് പോർഷൻ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു കാർഡ് യൂസ് ചെയ്തിട്ട് അങ്ങ് ഒറ്റ തവണ അങ്ങ് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ളൊരു പോർഷൻ നമുക്ക് കിട്ടും. ഇനി ഞാനിതിന് സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ക ഒരു പെർഫെക്ഷൻ കിട്ടിയതൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ പെർഫെക്ഷൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് ചെറി വെച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ഫ്രൂട്ട്സ് ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ട്രസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് കേക്കാണെന്ന് തോന്നേയില്ല, ഒരു പുഡിങ് കഴിക്കുന്നൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്